പാലിയക്കരയിലെ ടോൾ പിരിവ് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കിടപ്പുമുറിക്ക് തീയിട്ട വരന്തരപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായ മൂന്നാം ദിനവും ഇടിവ്. പാലിയക്കരയിലെ ടോൾ പിരിവ് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. ഹർജി ഇനി പരിഗണിക്കുന്ന ജൂലൈ 7-നകം മറുപടി നൽകണം. എറണാകുളം തൃശൂർ ദേശീയപാതയിലെ അതിരൂക്ഷ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടി KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഉപഹർജിയിലാണ് ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇടറോഡുകൾ അറ്റകുറ്റപ്പണിയില്ലാതെ തകർന്നു കിടക്കുന്നതാണ് കുരുക്കിനുള്ള മുഖ്യ കാരണമെന്ന് കളക്ടർ, SP, MLA തുടങ്ങിയവർ ഉൾപ്പെടുന്ന കമ്മിറ്റി കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഒരുക്കങ്ങളില്ലാതെയാണ് അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചതെന്നും പണി മെല്ലെ പോക്കിലാണെന്നും കളക്ടർ അറിയിച്ചു. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കിടപ്പുമുറിക്ക് തീയിട്ട വരന്തരപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. വരന്തരപ്പള്ളി സ്റ്റേഷനിലെ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വരന്തരപ്പള്ളി റൊട്ടിപ്പടി വെട്ടിയാട്ടിൽ വീട്ടിൽ 34 വയസ്സുള്ള തൈരുംകുടം ശ്രീജിത്ത് എന്ന് വിളിക്കുന്ന ശ്രീജിത്തിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് വളഞ്ഞൂപ്പാടം തുടങ്ങിൽ രവിചന്ദ്രന്റെ വീട്ടിലാണ് ശ്രീജിത്ത് ആക്രമണം നടത്തിയത്. വീടിനോട് ചേർന്നുള്ള മരത്തിലൂടെ വീടിന്റെ മുകൾ നിലയിൽ കയറിയ ഇയാൾ അകത്ത് കോണിപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. ഇയാളുടെ ഭാവമാറ്റം കണ്ട് വീട്ടുകാർ നിലവിളിച്ചതോടെ അയൽവാസികൾ രക്ഷയ്ക്കെത്തുകയായിരുന്നു. ഇതിനിടെ അയൽവാസികളെ ഇയാൾ ആക്രമിക്കാൻ ഒരുങ്ങി. വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തി തുടങ്ങി. ഇതോടെ ഇവരെല്ലാവരും ചേർന്ന് ഇയാളെ കിടപ്പുമുറിയിലേക്ക് തള്ളിയിട്ട് മുറി പൂട്ടി. പിന്നീടായിരുന്നു ഇയാൾ മുറിക്കകത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ജനൽ ചില്ലുകൾ പൊട്ടിക്കുകയും റൂമിലുണ്ടായിരുന്നവയെല്ലാം തല്ലി തകർക്കുകയുമായിരുന്നു. അലമാരിയിലുണ്ടായിരുന്ന തുണികളും മറ്റും വലിച്ചിട്ട് കൂട്ടിയിട്ട് കത്തിച്ചു. മൊബൈൽ ഫോണും തകർത്തു കളഞ്ഞു. പിന്നീട് പുതുക്കാട് പോലീസ് എത്തി ഇയാളെ പിടികൂടി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, ASI ജോബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രശാന്ത്, ദീപക്, സിവിൽ പോലീസ് ഓഫീസർ സുജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഗൾഫ് ജോബ് ഫെയറിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോർഡിനേറ്റർ അബ്ദുൾ റസാഖ് പദ്ധതി വിശദീകരണം നടത്തി. DRPമാരായ CK ബിന്ദു, വിദ്യാധരൻ, CN വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 12, 13 തീയതികളിലായി തൃശൂർ ദേവമാതാ സ്കൂളിലാണ് ഗൾഫ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ലോക കേരള സഭ, നോർക്ക, KDISC തുടങ്ങിയ ഏജൻസികളുടെ സഹകരണത്തോടെ ഗൾഫ് രാജ്യങ്ങളിൽ ആകർഷകമായ തൊഴിലവസരങ്ങളാണ് ഒരുക്കുന്നത്. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഫിറ്റർ, കാർപ്പന്റർ, ഡ്രൈവർ, സ്റ്റീൽ ഫിക്സർ, ഫോർമാൻ, കൺസൾട്ടന്റ്, എഞ്ചിനീയർ, ഡോക്ടർ, സെയിൽസ്, ഓഫീസ് സ്റ്റാഫ് തുടങ്ങി വിവിധ തരം ജോലികളിലായി SLC യോഗ്യത മുതൽ ഉള്ളവർക്ക് മേളയിൽ അവസരം ലഭിക്കും. ഇന്ന് നമ്മളിവിടെ ഇന്നത്തെ നമ്മുടെ രജിസ്ട്രേഷൻ വിവിധ വിദേശ കമ്പനികളിൽ നിന്ന് ജോലിക്കാരെ ആവശ്യമുള്ള കമ്പനിക്കാർ 13, 14 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന കമ്പനിക്കാരുമായുള്ള നേരിട്ടുള്ള ഇൻ്റർവ്യൂവിലേക്ക് നമ്മുടെ ബ്ലോക്കിലെ ആളുകളെ ആവശ്യമായ ചെറിയ പരിശീലനം അടക്കം കൊടുത്ത് അവരുടെ മുന്നിൽ ഹാജരാക്കി ജോലിക്ക് ആവശ്യമായ സെലക്ഷൻ ലഭ്യമാക്കുക. ഗൾഫിലേക്ക് വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നമുക്ക് തൊഴിലവസരങ്ങളുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട് എന്ന് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള മേഖലയിലുണ്ട്. അപ്പോൾ ഈ ഓരോ മേഖലയിലേക്കും നമുക്കിപ്പോൾ പല പല ഏജൻസികൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിൽ പല പല പ്രശ്നങ്ങളുണ്ടാവുന്നു നമുക്കറിയാം.
മാത്രമല്ല ഇടനിലക്കാര് പലപ്പോഴും ഈ നമ്മളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ ജോലി ആവില്ല അവിടെ ചെയ്യേണ്ടതായിട്ട് വരിക. അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കൃത്യമായും തൊഴിലുടമയുമായി ബന്ധപ്പെട്ട് ആ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളിലൂടെ മാത്രം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് ഇന്ന് രാവിലെ 10 നൽകിയ മഴ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായ 3-ാം ദിനവും ഇടിവ്. 1 പവൻ സ്വർണത്തിന് ശനിയാഴ്ച 440 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 71,440 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 55 രൂപ കുറഞ്ഞ് 8,930 രൂപയിലെത്തി. 1 ഗ്രാം വെള്ളി വില 119 രൂപ 90 പൈസയിലെത്തി. ശനിയാഴ്ചത്തെ നിരക്കനുസരിച്ച് 10 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 89,300 രൂപ വരെ ചിലവ് വരും. 5 പവൻ വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 4,40,000 രൂപ വേണം. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് ഇന്ത്യയിലെ സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. ഈ ഘടകങ്ങൾ ഒരുമിച്ച് രാജ്യത്തുടനീളമുള്ള ദൈനംദിന സ്വർണ്ണവില നിർണ്ണയിക്കുന്നു. പാലിയക്കരയിലെ ടോൾ പിരിവ് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കിടപ്പുമുറിക്ക് തീയിട്ട വരന്തരപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായ 3-ാം ദിനവും ഇടിവ്.